യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ഷീബ. ഞങ്ങൾ കുവൈറ്റിൽ ഫാമിലിയായി താമസിക്കുന്നു. ഞാൻ 2021 ഡിസംബറിൽ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിരുന്നു. എൻ്റെ ഇളയ മോന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. അവന് 4.5 വയസ്സ് വരെ അവൻ ക്ലിയറായി സംസാരിക്കില്ലായിരുന്നു. ഞങ്ങൾ ഒത്തിരി വിഷമിച്ചിരുന്നു ഈ കാര്യത്തിൽ. ഞങ്ങൾ സ്പീച്ച് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിരുന്നു അവനൊരു 6 മാസം. പക്ഷേ അതിലൊരു എഫക്റ്റും കണ്ടില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തേൻ അവൻ്റെ നാക്കിൽ പുരട്ടുകയും അവൻ കഴിക്കുന്ന ആഹാരത്തിൽ ഉപ്പിട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി അവൻ കുറച്ചുകൂടി ക്ലിയറായി സംസാരിക്കുന്നുവെങ്കിലും ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും വിക്ക് സ്റ്റാർട്ട് ചെയ്തു. വിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമത്തിലായി. സംസാരിച്ചില്ലായിരുന്നെങ്കിലും കുഴപ്പമില്ല, ഇതിപ്പോൾ വിക്കായി പോയല്ലോ എന്നിങ്ങനെ. അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി പുതുക്കി. ഞാൻ 2023 വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് തന്നെ മനസ്സിലായി, ഞാൻ ഉടമ്പടി ചെയ്ത എൻ്റെ പോരായ്മകൾ നിമിത്തമാണ് എൻ്റെ കുഞ്ഞ് വിക്ക് ആയി സംസാരിക്കാൻ തുടങ്ങിയത് എന്ന്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്കിനി അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പം നമുക്ക് ഫാമിലിയായി കയറി നിന്ന് ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയണം. അവനെ പ്രത്യക്ഷത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എൻ്റെ മാതാവ് അനുഗ്രഹിക്കുമെന്ന്. അതുപോലെ തന്നെ മാതാവ് അവനെ അനുഗ്രഹിച്ചു. അവനിന്ന് ക്ലിയറായി സംസാരിക്കുന്നു. അവന് യാതൊരു തടസ്സവുമില്ല സംസാരിക്കുന്നതിന്. അമ്മ മാതാവ് ഈശോ വഴി ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഡ്രൈവിംഗ് ലൈസൻസ് കുവൈറ്റിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. 4-5 പ്രാവശ്യം അറ്റൻഡ് ചെയ്തു. എന്നിട്ടും ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടി. ഹസ്ബൻഡ് പല പ്രാവശ്യം വിഷമിച്ചു, ഞാൻ ഇനി ലൈസൻസ് ടെസ്റ്റിന് പോകുന്നില്ല, ഇത് ഉപേക്ഷിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, നമുക്ക് മാതാവിൻ്റെ അൾത്താരയിൽ പോയി സാക്ഷ്യം പറയാം. കൃപാസന മാതാവിൻ്റെ കാശ് രൂപം ഞാൻ കയ്യിൽ കൊടുത്തുവിട്ട് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി മാതാവ് അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് ആ ലൈസൻസ് ടെസ്റ്റ് കിട്ടി. അതുപോലെ തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും നല്ലൊരു കാറ് തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് എപ്പോഴും മാതാവിൻ്റെ കാശ് രൂപം ഒരു സംരക്ഷണമായി കൂടെ നിൽക്കുന്നു. ആ കാശ് രൂപം ഞങ്ങളുടെ കാറിലാണ് വെച്ചിരിക്കുന്നത്. അതാണ് ഡ്രൈവ് ചെയ്യാൻ ഞങ്ങളുടെ ധൈര്യവും. ഞങ്ങളിവിടെ നിന്ന് കുവൈറ്റിൽ പോകുമ്പോൾ അത് കൊണ്ടുപോകും, തിരിച്ചിവിടെ വരുമ്പോൾ ഇവിടുത്തെ കാറിൽ വെക്കും. ആ കാശ് രൂപമില്ലാതെ ഞങ്ങൾക്ക് 1 മിനിറ്റ് പോലും ഡ്രൈവ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ആത്മീയമായി ഞങ്ങളെ ഒത്തിരി വളരുവാൻ സാധിച്ചു ഈ ഉടമ്പടിയിൽ കൂടി. അതുപോലെ എൻ്റെ ജോലി മേഖലയിലും ഞാൻ വെറും സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യുമായിരുന്നു. ഈ ഉടമ്പടിക്ക് ശേഷം പ്രൊമോഷൻ തന്ന് ഞാനൊരു ഹെഡ് നേഴ്സായി ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. എൻ്റെ താഴെ ജോലി ചെയ്യുന്ന എല്ലാവരെയും എനിക്ക് ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സാധിച്ചു. ഐക്യസ്തവരായ എല്ലാവരോടും ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് സംസാരിക്കും. ഓരോ ദിവസവും മാതാവാണ് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാതാവ് തരുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും എൻ്റെ കൂടെയുള്ള എല്ലാ സ്റ്റാഫുകളും അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഞാൻ എപ്പോഴും മാതാവിൻ്റെ സാക്ഷിയായി ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരു സിസ്റ്ററിനോട് ഞാനത് പറഞ്ഞില്ല. ഒരു ദിവസം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈകിട്ട് എൻ്റെ തൊണ്ടയിൽ ഒരു വലിയ മുള്ളു കുടുങ്ങി. ഞാൻ മാതാവിൻ്റെ നേർച്ച വസ്തുക്കളായ ഈ ഉപ്പും തൈലവും ഉപയോഗിക്കുകയും അതിനുശേഷം കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ അന്ന് രാത്രി ഒരു പ്രയോജനം ഉണ്ടായില്ല. പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ആരോ പറയുന്നത് പോലെ തോന്നി, ഇല്ല, തലേദിവസം അച്ഛൻ്റെ രോഗശാന്തി ശുശ്രൂഷ ഒന്നുകൂടി കൂടാ. അതുകൂടി യൂട്യൂബിൽ ഞാനത് ഓൺ ചെയ്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ തൊണ്ടയിൽ ആരോ ടച്ച് ചെയ്യുന്നത് പോലെ തോന്നി. കരയണോ സന്തോഷിക്കണോ എന്താണെന്ന് എനിക്കറിയില്ല. അത്ഭുതകരമായി ആ മുള്ളിനിൽ നിന്ന് എടുത്ത് മാറി. ഞാൻ ഹസ്ബൻഡിനോട് വിളിച്ച് പറഞ്ഞു, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, എൻ്റെ തൊണ്ടയിൽ നിന്ന് അത് മാറി. ഹസ്ബൻഡ് പറഞ്ഞു, നിൻ്റെ കാര്യമായതുകൊണ്ട് മാതാവ് മാറ്റി തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങളെ അത്ഭുതകരമായി ഓരോ ദിവസവും മാതാവ് കൈ നടത്തി. ഞങ്ങൾക്ക് ഒരു ദിവസം പോലും മാതാവിൻ്റെ ഈ ഉടമ്പടി തൈലം പുരട്ടാതെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങാറില്ല. അതാണ് ഞങ്ങൾക്ക് എപ്പോഴും ഒരു സംരക്ഷണം. എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി.